ഇത് വേണ്ടേ? പിന്നെ അതോ? അത് അത്ത ഇടൂല മോനെ. ഏത്? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനും പാത്തുക്കുട്ടനും കൂടെ ഒരിടം വരെ വന്നേക്കുവാണേ. അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായില്ലേ. അപ്പോൾ ഹെൽത്ത് ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വീഡിയോ ഒക്കെ ഇടാന്ന് ഓർത്തോണ്ടായിരുന്നു കേട്ടോ. അപ്പം അത്തയുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാത്തുക്കുട്ടന് ഞാനും കൂടെ ആദ്യം തന്നെ ഇവിടെ ടീഷർട്ടിൻ്റെ ഒക്കെ സെക്ഷനിലാണ് വന്നേക്കുന്നത്. ഒരു ടീഷർട്ടും ഒരു ഷർട്ടും വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പോയത്. പക്ഷേ എനിക്ക് ആദ്യം ഷർട്ടിൻ്റെ സെക്ഷനിൽ പോയപ്പം അവിടെ വലിയ കളക്ഷൻ ഒന്നും കണ്ടില്ല. പിന്നെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. പിന്നെ സൈസും അങ്ങനെ കറക്റ്റ് അറിയാം, സൈസ് അറിയാം, എങ്കിൽ പോലും ഷർട്ടിൽ കുറച്ച് വേരിയേഷനൊക്കെ വരും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ലത് നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് എടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തില്ല. അപ്പോൾ ടീഷർട്ടിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ 2 ടീഷർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എടുക്കുന്ന പാത്തുക്കുട്ടൻ പറയും അത് വേണ്ട, വേറെ എടുക്കാമെന്ന് പറയും. അപ്പോൾ അവൾ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 2 ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ അവിടുന്ന് ഞാൻ ഓർത്തു ഒരു കപ്പോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന്. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ രാവിലെ പോകുമ്പം കാപ്പിയൊക്കെ കൊടുത്തു വിടാൻ അങ്ങനെ ചൂട് നിൽക്കുന്ന രീതിയിലുള്ള കപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് കേട്ടോ വന്നത്. പക്ഷേ അങ്ങനെയൊന്നും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഓർത്ത രീതിയിലുള്ളത് കിട്ടിയില്ല. അപ്പോൾ അത് അവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ഫ്ലാസ്ക് ഒക്കെ കിട്ടുന്നിടത്തുണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ്. പക്ഷെ ഇവിടെ കുറച്ചുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് ഓപ്റ്റ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും ഓപ്റ്റ് ചെയ്യണോയെന്നോ വിചാരിച്ചിട്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയേ. പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 2 ദിവസമായിട്ടാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പ് ചെയ്തത്. അപ്പം നമുക്ക് അധികം ദിവസമൊന്നും ഇല്ലായിരുന്നു. ആളറിയാതെ തന്നെ നമുക്ക് എല്ലാം വാങ്ങിക്കണമായിരുന്നു. എൻ്റെ പ്ലാൻ എന്നുള്ളത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ്, എന്നാൽ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കൊടുക്കുക എന്നുള്ളതായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കിയത്. പിന്നെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, നമ്മൾ കപ്പിലൊക്കെ ഫോട്ടോസൊക്കെ ആക്കിയിട്ട് തരുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആക്കുന്ന ആൾ ഹസ്ബൻഡിൻ്റെ പരിചയക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞാനത് വിട്ടു. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ആ ഒരു ഓപ്ഷൻ വിട്ടിട്ട് കുറച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ബർത്ത്ഡേയുടെ കുറച്ച് ഐറ്റംസ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് നോക്കാനായിട്ട് വന്നേ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് നോക്കി വെച്ചാണ് കേട്ടോ ഈ ബോക്സ്. ഇപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ അതിനേക്കാളും വില കുറച്ചിട്ടാണ് കേട്ടോ ഇവിടെ കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോക്സ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് അതിനകത്ത് വെറുതെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. കാരണം ഓൾറെഡി ഇതിൽ ഡിസൈനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും വേണ്ട, റാപ്പ് ചെയ്യേണ്ട. ഇനി റാപ്പ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. റാപ്പ് ചെയ്യാതെ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാത്തുക്കുട്ടന് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോക്സ് ആയിരുന്നേ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞ് യെല്ലോയിഷ് കളറിൻ്റെ ഒരു ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് ഡിസൈൻ ചെയ്യാനായിട്ട് കുറച്ച് ഫ്ലോറൽ ഡിസൈൻസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബലൂണൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വലിയ ബലൂൺസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊന്നും ഡിസൈൻ ചെയ്തെടുക്കാനുള്ള സമയം എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് കുറച്ച് ബലൂൺസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും പാത്തുക്കുട്ടനും കൂടെയുണ്ട്. അവളും ഓരോന്ന് സെലക്ട് ചെയ്യും, ഞാനും സെലക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ടാണ് കേട്ടോ ഈ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാത്തുക്കുട്ടന് ആരോടെങ്കിലും പറയുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ അവളോട് നേരത്തെ പറഞ്ഞു നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്, അപ്പോൾ പറയില്ലെന്നൊക്കെ. അപ്പോൾ അവൾ പരമാവധി ആരോടും ഒന്നും പറയാതെ ഈ നിമിഷം വരെ പിടിച്ചു വെച്ചു. അവൾ സാധാരണ അത്തയോടൊന്നും പറയാത്തതായിട്ടില്ല. അത്ത വരുമ്പോൾ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ പറയാമെന്ന് നടന്നത്. പക്ഷേ ഇവൾ ഇതൊന്നും പറഞ്ഞേ ഇല്ല കേട്ടോ. അപ്പം ഞാൻ ടീഷർട്ട് വാങ്ങിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഞാൻ ഡ്രസ്സ് വാങ്ങിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം എല്ലാ ഒക്കേഷനും ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ വേറൊന്നും ഞാൻ ഒരുക്കുന്നു പാത്തിനെ കൊണ്ട് വേണമല്ലോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അതും എൻ്റെ ഇപ്പോഴത്തെ ഈ ഹെൽത്ത് കണ്ടീഷനിൽ ഇതൊന്നും ചെയ്യത്തില്ലെന്നായിരിക്കും കേട്ടോ വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് മുമ്പ് തന്നെ ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുമാത്രമല്ല നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്ക് നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ. എനിക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുത്ത് കുറച്ച് സമയമെങ്കിലും ആളെ ഒന്ന് ഹാപ്പി ആക്കി ഇരുത്താം. നമുക്കറിയാലോ ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും സ്ട്രെസ്സും അല്ലാത്ത സ്ട്രെസ്സും ഒരു ഫാമിലി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്ട്രെസ്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവർക്കും ഹാപ്പിയാവും, നമുക്കും ഹാപ്പിയാവും. എസ്പെഷ്യലി പാത്തുക്കുട്ടൻ ഒരുപാട് ഹാപ്പി ആവും. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഒരുപാടൊന്നും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നില്ല, പറ്റുന്നത് നമ്മളെക്കൊണ്ട് പറ്റുന്നത്. അപ്പം ഞാൻ ഈ ബലൂണാണ് കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നോക്കിയപ്പോൾ ബർത്ത്ഡേയുടെ തന്നെ ബലൂണായിരുന്നു, ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാം പേസ്റ്റൽ കളേഴ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു.
അപ്പോൾ അത് ഞങ്ങൾ ബാഗൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾ ബാഗൊക്കെ ആയിട്ട് വന്നതിൻ്റെ ഉദ്ദേശം ഞങ്ങൾക്ക് പറ്റാവുന്നത്ര ഗിഫ്റ്റ് നമുക്ക് ഈ ബാഗിനകത്ത് ആക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഈ മാളിൽ തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡോ ഫ്രണ്ട്സോ ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാഗൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ദാ ഈ ഒരു കവർ ഉണ്ട്. അപ്പോൾ അതെനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഇതിനകത്താക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ കളറാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഡെക്കറേഷനായിട്ട് ബലൂൺ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഡെക്കറേഷനായിട്ട്, കാരണം നമുക്ക് ഗിഫ്റ്റും കൂടെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്തതായിട്ട് പെർഫ്യൂമിൻ്റെ സെക്ഷനിലേക്കാണ് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ഇതിന് മുമ്പ് പെർഫ്യൂം ഒരെണ്ണം ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞായിരുന്നേ, പക്ഷേ അതിൻ്റെ റേറ്റ് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. അത് മാത്രമല്ല അത് ഇവിടെ അല്ല കേട്ടോ ഉള്ളത്. പിന്നെ അത് വാങ്ങിച്ചാൽ ഞാൻ ആ ഒരു ഗിഫ്റ്റ് മാത്രം കൊടുക്കേണ്ടി വരും. പിന്നെ പെർഫ്യൂം ആണല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഒരു കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ. അപ്പോൾ എന്നും യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ പെർഫ്യൂം നമുക്ക് ആവശ്യത്തിനുള്ളത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ യാഡ്ലിയുടെ ഒരു ഗ്രീൻ കളറിൻ്റെ ഒരു പെർഫ്യൂമാണ് കേട്ടോ വാങ്ങിച്ചത്. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ സെക്ഷന് വന്നപ്പോൾ എനിക്ക് ടോട്ടലി കൺഫ്യൂഷനായേ. കാരണം ഒരുപാട് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. ബ്രൂട്ട് ഉണ്ടായിരുന്നു, യാഡ്ലി, അതുപോലെ റോയൽ മിറേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഏത് വാങ്ങിക്കണമെന്ന് എനിക്ക് ഡൗട്ടായി. എല്ലാത്തിൻ്റെയും റേറ്റ് ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു യാഡ്ലി തന്നെ വാങ്ങിക്കാമെന്ന്. കാരണം യാഡ്ലി എനിക്കിഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഗിഫ്റ്റിൽ പെർഫ്യൂം ഉൾപ്പെടുത്താൻ ഒരു കാരണമുണ്ട്. ഹസ്ബൻഡിന് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പെർഫ്യൂം. അപ്പം ഒരുപാട് ലാവിഷായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഉൾപ്പെടുത്താനുള്ള ഒരു കാരണം. ഇങ്ങനെയൊക്കെ സർപ്രൈസ് ആയിട്ട് ഓരോന്നൊക്കെ ഒപ്പിച്ച് വെക്കുമ്പം ആ ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനെക്കാട്ടും ഉപരിയായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കൊരു ഫീലിംഗ് ആണ്. അപ്പോൾ പെർഫ്യൂമൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം ഒരു ഹാപ്പിനെസ് ആണല്ലോ, ഒരു സ്വീറ്റ് മൊമെൻ്റ് ആണല്ലോ. അപ്പം എന്തെങ്കിലും ഒരു സ്വീറ്റ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് ലാസ്റ്റ് ഞാനും പാത്തുക്കുട്ടനും തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. എങ്കിൽ പോലും ഗിഫ്റ്റിനകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അതാ കുഞ്ഞ് ഫെറേറോ റോഷറിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. എനിക്കാണെങ്കിൽ പാത്തുക്കുട്ടൻ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നിട്ട് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പം ആരോ ഒരാൾ നമ്മുടെ പ്രായത്തിൽ തന്നെ ഉള്ള ഒരാൾ ഇങ്ങനെ നമ്മുടെ കൂടെ ഉള്ള പോലെയാണ് കേട്ടോ ഫീൽ ആവുന്നത്. ഞാനും അവളും കൂടെ വരുന്ന വഴിക്കും എവിടെ പോയാലും സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്തെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായമൊക്കെ പറയും. അപ്പോൾ അവൾ പറയും കേട്ടോ, വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ട എന്നൊക്കെ പറയും. പിന്നെ ലാസ്റ്റ് ചോയ്സ് നമ്മുടെ തന്നെയാണ്. എങ്കിൽ പോലും അവളുടെ ഒരു അഭിപ്രായം ഞാൻ മാനിക്കാറുണ്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ അല്ല, കുറച്ച് ദിവസത്തിന് ശേഷമാണ്. അപ്പം നമ്മൾ ഇത്ര ബഡ്ജറ്റൊന്ന് ഫിക്സ് ചെയ്യുമല്ലോ, അപ്പം അതിനുള്ളിൽ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ഐറ്റം അല്ലെങ്കിൽ കുഞ്ഞു 2 ഐറ്റം വാങ്ങിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ വന്നത്. അപ്പം എന്ത് വാങ്ങിക്കുമെന്നായേ, വാച്ച് ഹസ്ബൻഡിൻ്റെ കയ്യിലുണ്ട്. എങ്കിൽ പോലും ഒന്ന് നോക്കിയായിരുന്നു ഞാൻ, പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കില്ല. പിന്നെ ബ്രാൻഡഡ് ഐറ്റംസിനോടാണ് ആർക്കും ഇഷ്ടം, അതുപോലെ എനിക്കും ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വാലറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ആയി കേട്ടോ. പോലീസിൻ്റെയാണ് വാലറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഗിഫ്റ്റ് വാങ്ങിക്കലൊക്കെ നിർത്തി വെച്ചു. അപ്പോൾ ഇത് ബർത്ത്ഡേയുടെ ദിവസമാണ് കേട്ടോ. ഇത് ഇത്രയും ഗിഫ്റ്റ് ഞാൻ ഓരോ സ്ഥലത്തായിട്ടാണ് ഒളിപ്പിച്ച് വെച്ചത്. ഒരെണ്ണം കിട്ടിയാലും ബാക്കിയുള്ളതൊന്നും കിട്ടരുതെന്നുള്ള ഉദ്ദേശത്തോടെ വേറെ സ്ഥലത്താണ് കേട്ടോ ഒളിപ്പിച്ച് വെച്ചത്. പിന്നെ ഞാനും പാത്തുക്കുട്ടനും കൂടെ അന്ന് ബർത്ത്ഡേയുടെ അന്ന് രാവിലെ തൊട്ട് ഇരുന്നിട്ട് ഓരോ പണി ചെയ്യുവാണ്. അപ്പോൾ രാവിലെ ഞങ്ങളൊരു ബർത്ത്ഡേ കാർഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, അത്തയ്ക്ക് വിഷസൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അത്ത ഫുഡ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്ത് ലൈറ്റിങ്സ് ഒക്കെ കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്തത ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളും കൂടെ പോയിരുന്നൊരു കേക്കൊക്കെ വാങ്ങിക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ല കേട്ടോ, ഡോറ് തുറന്നപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട്. അത് പാത്തുണ്ട്. My sweet daddy, my sweet appa, അല്ല happy birthday appa. സൂപ്പർ, കൊള്ളാം. ഒന്നും വയ്യെങ്കിലും happy birthday dad, happy birthday to the എടി അത്തയ്ക്ക് കൊടുക്കാനല്ലേ നീ ആക്കിയത്? അപ്പ താങ്ക് യു. മതി താങ്ക് യു. ഇത്രയൊക്കെ ആക്കി നിങ്ങള് എന്തിനാണ് എത്തിയതൊക്കെ? അപ്പോൾ ഇതാണ് പാത്തുക്കുട്ടന് ഞാനും കൂടെ ആക്കിയ കാർഡ്. അപ്പോൾ പാത്തുക്കുട്ടൻ കൊടുക്കുന്ന പോലെയാണ് കേട്ടോ ഞാൻ വരച്ചേക്കുന്നതൊക്കെ. അപ്പം ഇത് കുറച്ച് സമയം കൊണ്ട് തയ്യാറാക്കിയതാണ്.
എനിക്കിത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടെ. കുറച്ച് സമയം കൊണ്ടല്ലേ നമ്മളിത് സെറ്റാക്കിയത്. പക്ഷെ അങ്ങനെ തോന്നുന്നത് പോലും ഇല്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുഞ്ഞൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ആക്കിയപോലെ വലിയ കേക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. കാരണം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞൊരു കേക്കാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെ ഹാപ്പി ബർത്ത്ഡേ അപ്പാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിനി കട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും പാത്തുക്കുട്ടനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് ഗിഫ്റ്റൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കുമ്പോൾ അത്ത എന്ത് പറയുന്നുള്ളത് കേൾക്കാനായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുവാണേ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഡ്രസ്സ് മാത്രമാണ് വാങ്ങിക്കാറുള്ളത്. നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മിക്കവാറും പ്രാവശ്യം ഫ്രണ്ട്സും എല്ലാവരും കൂടെ വന്നിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ 3 പേര് മാത്രമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. 3 അല്ല കേട്ടോ, 4 പേരായിട്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ചെയ്യാം മെയിൻ കാരണം തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഓരോരോ കേസൊക്കെ കാണുമ്പം അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ ട്രീറ്റ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോൾ എനിക്ക് എത്ര ഭാഗ്യമാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം ഞാനൊക്കെ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെയാണ് കേട്ടോ എന്താവശ്യം പറഞ്ഞാലും അതേപോലെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടാലും നമുക്കിനി എത്ര വയ്യെന്ന് പറഞ്ഞാലും നമുക്കത് ഉള്ളിൽ നിന്ന് അങ്ങനെ തന്നെ നമുക്ക് ചെയ്യണമെന്ന് തോന്നിപ്പോവേ. അപ്പം ഞാനും പാത്തുക്കുട്ടനും ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാസികൾ മാത്രമല്ല കേട്ടോ മറ്റുള്ളവരും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ടും ജീവിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നവരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് അവരെന്ന് അവരുടെ സ്പെഷ്യൽ ഡേയ്സിൽ ഒന്ന് ഹാപ്പി ആയിട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗിഫ്റ്റൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് കണ്ടു നോക്കാമേ. ഈ ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചത് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഗിഫ്റ്റ് വാങ്ങിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷേ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ അങ്ങനെ സീക്രറ്റ്സ് ഒന്നും വെക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ എപ്പോഴെങ്കിലും വിളിച്ച് പറയുവേ. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെ, അപ്പം നമ്മൾ ആദ്യം വാങ്ങിച്ച ചോക്ലേറ്റ് ഇല്ലേ, അതാണ് കേട്ടോ ആദ്യം കിട്ടിയേക്കുന്നത്. അപ്പോൾ കുറച്ച് തെർമോക്കോൾ ബോൾസ് ഞാൻ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പം അതും കൂടെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ അത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇതൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ, ബോക്സിനകത്ത് ഇത് ഓരോന്നും അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് ബോക്സ് ആണ്. ഇതും പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ച 2 ടീഷർട്ട് ഇല്ലേ, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം പതുക്കെ നോക്കണേ. Wow. ടീഷർട്ട് നമ്മുടെ കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ. താങ്ക് യു. ഇതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞൊന്നാണ് നീ ആക്കിയതാ? ഇതുണ്ട്, ഇത് മാത്രം നീ ആക്കിയതാ? എങ്ങനെ ആക്കിയതല്ല, വേറെ മേടിച്ചിട്ട് ഒട്ടിച്ചതാ. നമ്മുടെ സ്വന്തം യാഡ്ലി ചാൻ പൊട്ടിക്കണ്ട. ഇനി അതിലൊന്നുമില്ലല്ലോ. അതിലുണ്ടോ? അറിയത്തില്ലടാ. അത് കേക്കിന്റെ പോലീസോ? നീക്കുന്നേ Super. Thank you. Thank you. Thank you. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ അത്തയ്ക്ക് ഒരുക്കിയ ബർത്ത്ഡേ സെലിബ്രേഷന്. അപ്പം ഞങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഹാപ്പിയായി. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സർപ്രൈസ് അത് എപ്പോഴും സ്പെഷ്യലായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റോ അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ ബർത്ത്ഡേ ഒക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവേ. നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം.
അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ചിക്കൻ ദം ബിരിയാണിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സർപ്രൈസ് ആയിട്ടുള്ള കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.